First of all, thank you all for joining the session, and thank you Latif sir, and thank you Abhinav for coordinating. Thank you Shan. ഓവറോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മെറ്റാ ആഡ്സിന്റെ ഒരു ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിൽ കുറച്ച് ആൾക്കാർ അറിയാതെ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ആ ഒരു കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിയിട്ടാണെന്ന് ഈ സെഷൻ എടുക്കാന്ന് കരുതിയത്. വളരെ ബേസിക് കാര്യങ്ങൾ, ഒരു ടോപ്പിക്കാണ്. പക്ഷെ എപ്പോഴും ഞാൻ ഒരുപാട് ഇന്റർവ്യൂസും മറ്റും കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൈമിൽ ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ ഇതിന്റെ ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇതിൽ മെറ്റാ ആഡ്സിൽ റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഒരു 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 ബാക്ക് എൻഡ് ലെവൽ ഓപ്പറേഷൻ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരു കാര്യങ്ങളെ പറ്റി ഒരു ബേസിക്സ് അറിയില്ല. ഈ ബേസിക്സ് അറിയാതെയാണ് പലരും മെറ്റാ ആഡ്സിന്റെ ക്യാമ്പയിനിലേക്ക് ഇറങ്ങുന്നതെന്നൊരു ഇഷ്യൂ ഞാൻ പലയിടത്തും ഫേസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞാനിപ്പോ നമ്മുടെ തന്നെ ഒരു ഡിജിറ്റൽ മൈൻഡ് കളക്റ്റീവ് എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് നമ്മൾ ഗ്രോത്ത് കാറ്റലിസ്റ്റ് സെഷൻസ് എടുക്കാറുണ്ട്. അപ്പോൾ ആ സെഷനിലും ഞാൻ ഓൾറെഡി ഈ ടോപ്പിക് ഒന്ന് കവർ ചെയ്തതാണ്. പക്ഷെ അതിൽ പലരും ഇവിടെ ജോയിൻ ചെയ്തിരുന്നു, ഞാൻ കണ്ടിരുന്നു. അപ്പോൾ മേ ബി അതൊരു റിപ്പീറ്റഡ് നോളജ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. മാത്രമല്ല, ഞാൻ ആ കമ്മ്യൂണിറ്റി ഒരു ഇവന്റ് എടുക്കുന്ന സമയത്ത് ഞാനും അഭിനവും കൂടെ കൂടുതലും സെഷൻസ് എല്ലാം ചെയ്യുന്നത് ഒരു ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പൊ ചെയ്തു നോക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വന്തം ആഡ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്വന്തം ആഡ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ തന്നെ ഒരു ഡെമോ ആഡ് അക്കൗണ്ട് കാണും. അപ്പോൾ അതിലെന്തായാലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ഡാഷ്ബോർഡ് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് മനസ്സിലായത് എന്നുള്ള കാര്യം ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു ലേണിംഗ് ബൈ ഡൂയിങ് പ്രൊസീജിയറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കാൻ ശ്രമിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ പറയുന്ന ഒരു കുറച്ച് ലാഗിങ് ടോപ്പിക്കാണ്, നമ്മൾ ഡാഷ്ബോർഡ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ഇൻ ഫ്യൂച്ചർ അത് മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഒന്ന് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ഇനി ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതെങ്കിലും നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ചോദിക്കാം. ഞങ്ങൾ എന്തായാലും ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് ഡാഷ്ബോർഡ് കാണിച്ച് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും മെറ്റാ ആഡ്സിലെ ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ മെറ്റാ ആഡ്സിലെ ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്താണെന്ന് അറിയാവുന്ന ഒരു ചുരുക്കമാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ ചോദിച്ചപ്പോഴും പലരും പറയുന്നു, ഓക്കെ, AI ബേസ് ചെയ്തിട്ട് മെറ്റ ക്യാമ്പയിൻ ചെയ്യുന്നതാണെന്ന് അറിയാം. പക്ഷെ ഇത് എങ്ങനെയാണ് ഇതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഇതിനെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് പെർഫോമൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഇതിന്റെ ഒരു എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുള്ള കാര്യം പറയാം. നമ്മൾ ആദ്യം പെർഫോമൻസ് ഗോൾ എപ്പോഴും ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, പെർഫോമൻസ് ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൊടുത്തുള്ള പെർഫോമൻസ് ഗോൾ എന്ന് പറയുമ്പോൾ മാക്സിമൈസ് നമ്പർ ഓഫ് ലീഡ്സ് എന്നൊരു ഓപ്ഷനാണ്. അതായത് മെറ്റ ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ലീഡ് എടുക്കാനാണ്. ഓക്കെ, ഈ ലീഡ് എടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഈ ലീഡ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പെർഫോമൻസ് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലീഡ് കളക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവിലായിരിക്കും മെറ്റ എപ്പോഴും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. ഇനി ഇൻ കേസ് നമ്മളൊരു കോസ്റ്റ് പെർ റിസൾട്ട് ഗോളാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ കോസ്റ്റ് പെർ റിസൾട്ട് ഗോളിനുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ലീഡ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഈ ഒരു ടാർഗറ്റിംഗ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ആസ്പദമാക്കി മാത്രമേ നമുക്ക് നെക്സ്റ്റ് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടുത്തത് ഓഡിയൻസ് കൺട്രോൾ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ, ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് യൂസ് സേവ്ഡ് ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ സേവ്ഡ് ഓഡിയൻസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അവിടെ നമുക്ക് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ടാർഗറ്റിംഗ് സെക്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ലൊക്കേഷൻസിന്റെ ഒരു ടാർഗറ്റിംഗ് സെക്ഷനിൽ വരുന്നത് ഇപ്പോ ഓക്കെ, ഈ റീച്ച് പീപ്പിൾ ലീവിങ് ഇൻ ഓർ റീസെന്റ് ഇൻ ദിസ് ലൊക്കേഷൻ എന്നാണ്. അതായത് ഈ ലൊക്കേഷനിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഈ അടുത്തെപ്പോഴോ ഉണ്ടായിരുന്നവരോ ആണ് ഈ ടാർഗറ്റിംഗ് സെക്ഷനിൽ വരുന്നത്. മുൻപ് മെറ്റാ ആഡ്സിന്റെ നിങ്ങൾ പഴയ ട്യൂട്ടോറിയൽസ് കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ മുൻപ് ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളവർക്കോ അറിയാം, ഈ രണ്ട് ഓപ്ഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. നമുക്ക് ഒന്നെങ്കിൽ ഇപ്പൊ കറന്റ്ലി ഈ ലൊക്കേഷനിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം,
അല്ലാന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷനിൽ വരുന്നവരെയും ഈ ലൊക്കേഷനിലുള്ളവരെയും ഈ ലൊക്കേഷനിൽ വന്നു പോയവരെയും നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷൻസും നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആയിട്ടായിരുന്നു മെറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ കറന്റ്ലി ആ ഒരു സിനാരിയോ മെറ്റ കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ നമ്മളോട് ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പീപ്പിൾ ലിവിങ് ഇൻ ഓർ റീസെന്റ് ഇൻ ദിസ് ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആ ഓഡിയൻസ് മേലുള്ള ഒരു കൺട്രോള് നമ്മളുടെ കയ്യിൽ നിന്ന് പോയി. കുറച്ചുകൂടെ കൺട്രോൾ നമ്മുടെ ഏകദേശം ഒരു 1 ഇയറിനടുത്തായിട്ടുണ്ട് ആ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ കൊച്ചി കാക്കനാട് മാത്രം നടത്തുന്ന ഒരു ഷോപ്പിന്റെ ക്യാമ്പയിൻ ചെയ്യുകയാണ്. അതായത് ഞാനിപ്പോ ഒരു കേബിൾ ടി വി നെറ്റ്വർക്ക് ആയിരിക്കാം, ഞാൻ എക്സാമ്പിൾ പറയാണ്. അപ്പോൾ ആ കേബിൾ ടി വി നെറ്റ്വർക്കിന് ആ ഒരു ഏരിയ മാത്രമേ സർവീസ് ഉള്ളൂ. അപ്പോൾ അവർ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ക്യാമ്പയിൻ ഇവിടെ വന്നു പോകുന്ന ആൾക്കാരെ കാണിക്കും. അതായത് ഇപ്പൊ കാക്കനാട് വന്നിട്ട് ഇൻഫോ പാർക്കിൽ എവിടെയെങ്കിലും 2 ദിവസം ഒരു സെഷനൊക്കെ വന്നിട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആളുകളും ഈ ആഡിന്റെ ടാർഗറ്റിംഗ് പരിധിയിൽ വരും. അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കറന്റ്ലി അവൈലബിൾ അല്ല. ഓക്കെ, ഈ ഓപ്ഷൻസ് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് മെറ്റ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മളിപ്പോ പലരും ഗ്രൂപ്പുകളിൽ നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെയുള്ളൊരു സെക്ഷനിൽ ഇങ്ങനൊരു ഇഷ്യൂല് നമ്മൾ എന്താണ് ഒരു സൊല്യൂഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിലിപ്പോ കറന്റ്ലി ഒരു സൊല്യൂഷനേ ഉള്ളൂ. നമ്മുടെ ലൊക്കേഷനിലുള്ള ആൾക്കാർ മാത്രം ഈ ആഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് ഈ ഒരു കാര്യം, അതായത് നമ്മുടെ ലൊക്കേഷനിൽ മാത്രം ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള അതേ പാറ്റേണിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ മെറ്റ ആഡ് കാണിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരിലേക്കും ഈ ക്യാമ്പയിൻ എക്സ്പാൻഡ് ചെയ്ത് പോകും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ റീച്ച് പീപ്പിൾ ലൈക്ലി ടു റെസ്പോണ്ട് യുവർ ആഡ്സ് എന്നൊരു ഓപ്ഷൻ മെറ്റ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഡാഷ്ബോർഡിൽ ഒരുപാട് ഡെയിലി നിങ്ങളുടെ ഡാഷ്ബോർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പല ചേഞ്ചുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നൊരു ചേഞ്ച് ആണ് ഈ റീച്ച് പീപ്പിൾ ലൈക്ലി ടു റെസ്പോണ്ട് യുവർ ആഡ്സ്. ഈ സെക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ടാർഗറ്റ് ചെയ്തത് കൊച്ചി ലൊക്കേഷനിലാണ്. ഈ കൊച്ചി 40 കിലോമീറ്റർ ലൊക്കേഷനിലുള്ള ആൾക്കാരല്ലാതെ എനിക്കിതിൽ പുറത്തേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അതിന്റെ ഈ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നിട്ട് കാണാം. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു അപ്പാർട്ട്മെന്റിന്റെ ആഡാണ് ചെയ്യുന്നത്, ഒരു വീട് വിൽക്കാനുള്ള ഒരു ഫ്ലാറ്റ് വിൽക്കാനുള്ള ആഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ടിക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം കൊച്ചി ലൊക്കേഷനിലുള്ള ആൾക്കാർ മാത്രമായിരിക്കില്ല കൊച്ചി ലൊക്കേഷനിൽ വന്നൊരു ഫ്ലാറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഞാനൊരു ടൂറിസം റിലേറ്റഡ് ആയിട്ട് ഒരു ആഡ് ചെയ്യാണ്. ഈ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആഡിൽ എനിക്ക് കൊച്ചി ലൊക്കേഷനിലുള്ളവരായിരിക്കില്ല എൻ്റെ കൊച്ചിയിലുള്ള ഒരു വില്ല അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് വില്ല എന്തെങ്കിലും ഒരു റിസോർട്ടോ എന്തെങ്കിലും ബുക്കിംഗ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ടാർഗറ്റ് ഓഡിയൻസിനെ എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് പുറത്തേക്ക് കൊച്ചിനെ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടിക്ക് കൊടുത്താൽ മതി. ഈ ഗൂഗിൾ ആഡ്സിൽ ഇത് കുറച്ച് നാൾ മുമ്പ് തൊട്ടേ ഉണ്ട്, ടാർഗറ്റഡ് ലൊക്കേഷൻ ഇൻട്രസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ മെറ്റ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇൻ കേസ് നമ്മുടെ സർവീസ് ഈ ഒരു ഏരിയ മാത്രമാണ്, ഇവിടെ ഉള്ളവർക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റീച്ച് പീപ്പിൾ ലൈക്ലി ടു റെസ്പോണ്ട് യുവർ ആഡ്സ് ഓഫ് ആക്കണം. അതർവൈസ് നമുക്ക് പുറത്തുനിന്നുള്ള ലീഡ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിപ്പോൾ കൊച്ചി ടാർഗറ്റ് ചെയ്തിട്ട് ഈ ഒരു ടിക്ക് ഇല്ലാതെ ക്യാമ്പയിൻ ചെയ്താൽ ഈ ക്യാമ്പയിൻ എപ്പോഴും ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെയും ഇവിടെ വന്നു പോയിട്ടുള്ള ആൾക്കാരെയും മാത്രമേ കാണിക്കുള്ളൂ. ഇൻ കേസ് ഞാനൊരു ഈ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രിവാൻഡ്രത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാണ്, പക്ഷെ കൊച്ചിയിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ കൊച്ചി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്രൗസ് ചെയ്യാറുണ്ട്. എനിക്ക് കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ കൊച്ചിയിൽ കുറെ കാര്യങ്ങൾ ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ, കൊച്ചി നടക്കുന്ന ഇവന്റിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊച്ചി നടക്കുന്ന വീഡിയോസ് കാണുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ആഡ് കാണിക്കും. അപ്പോൾ എപ്പോഴും ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ സെല് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിയൽ കസ്റ്റമേഴ്സ് ചിലപ്പോൾ GCCയിലായിരിക്കും. അപ്പൊ നമുക്ക് GCCയിൽ ആഡ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര കോസ്റ്റ് കൂടില്ല. പക്ഷെ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്ത് ക്യാമ്പയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമ്പയിനിൽ തന്നെ GCC അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ ഉള്ള NRI കസ്റ്റമേഴ്സിനെയൊക്കെ നമുക്ക് ഈ ഒരു ക്യാമ്പയിനിലേക്ക് ഓഡിയൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബിസിനസ്സിന് എപ്പോഴും ഈ ഒരു ടാർഗറ്റ് ലൊക്കേഷൻ ലിമിറ്റ് ചെയ്യണോ അതോ എക്സ്പാൻഡ് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് മാത്രം ഈ ടിക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. യൂഷ്വലി നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ടിക്ക് ആയിരിക്കും വീണെടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ലിമിറ്റഡ് ലൊക്കേഷൻ നിൽക്കുന്ന ക്യാമ്പയിൻ ആണ് വേണ്ടതെങ്കിൽ എപ്പോഴും ടിക്ക് ഓഫ് ആക്കുക. അതർവൈസ് പുറത്തുനിന്നുള്ള ഒരുപാട് എൻക്വയറീസ് നിങ്ങൾക്ക് ജനറേറ്റ് ആവുകയും ക്യാമ്പയിൻ പതുക്കെ ഈ
ക്യാമ്പയിൻ എപ്പോഴും നമ്മൾ അപ്പോഴും പറയും, ഈ ക്യാമ്പയിൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഈ ഒരു മാക്സിമൈസ് നമ്പർ ഓഫ് ലീഡ്സ് എന്നുള്ള ഒരു പെർഫോമൻസ് ഗോളിന്റെ ബേസിലാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത് ഏത് ലൊക്കേഷനിൽ നിന്നാണോ അങ്ങോട്ടേക്ക് ഈ ക്യാമ്പയിൻ പതുക്കെ പറിച്ചു നടപ്പെടും. അതായത് അങ്ങോട്ടേക്ക് പതുക്കെ ആ ക്യാമ്പയിൻ നീങ്ങിപ്പോവും. പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്ത് ആ ലേണിംഗ് ബ്രേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഈ ടിക്ക് എപ്പോഴും ഒന്ന് സൂക്ഷിച്ച് മാത്രം കൊടുക്കുക. എപ്പോഴും മെറ്റയുടെ സജഷൻസ് പറയുന്നത് ഈ ഒരു അവർ കോസ്റ്റ് പെർ ലീഡ് കുറയ്ക്കാം, നമ്മളുടെ ഈ ഒരു ടിക്ക് എനേബിൾ ചെയ്താൽ കോസ്റ്റ് പെർ ലീഡ് കുറയും തന്നെയാണ്. ഇത് നമ്മളൊരു ബ്ലൈൻഡ്ലി ഈ ഒരു കാര്യത്തിൽ ഡിസിഷൻസ് ഒരിക്കലും എടുക്കരുത്. കാരണം ഇവിടെ മെറ്റ പറയുന്നത് കോസ്റ്റ് പെർ റിസൾട്ട് കുറയ്ക്കാമെന്നാണ്. പക്ഷെ നമുക്ക് എപ്പോഴും കൺവേർഷൻസ് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കി തരാം, നമ്മുടെ ബിസിനസ്സിന് ഒരു സെയിൽ കൂട്ടി തരാം എന്നല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ നമ്മൾ തന്നെ മേക്ക് ചെയ്യുക. ഇത് ഓട്ടോമാറ്റിക്കലി ടിക്കായി എനേബിളായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാതെ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് പവർ യൂസ് ചെയ്ത് നമ്മളായിട്ട് തന്നെ ഈ ക്യാമ്പയിൻ ഒന്ന് ഡിസൈഡ് ചെയ്യുക, എങ്ങോട്ട് പോകണം, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, നമ്മൾ എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കാര്യം ഡിസൈഡ് ചെയ്യുക. പിന്നെ വരുന്നത് ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്നൊരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ വന്നതിൽ പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ഭയങ്കരമായിട്ട് എല്ലാവരും മെറ്റ തന്നെ അതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനിപ്പോൾ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഇവരിവിടെ കൊടുക്കുന്നില്ല. ഇവിടെ സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ഓഫ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ ഈ ഒരു ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അതായത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പോലും, ഞാനിപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ചില ആളുകൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻസ് ഇപ്പോൾ ഇത് കണ്ടോ, റീച്ച് പീപ്പിൾ ബിയോണ്ട് യുവർ ടാർഗറ്റ് സെലക്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിന്റെ അർത്ഥം അഡ്വാൻറ്റേജ് ഓഡിയൻസ് ആയിരിക്കും വർക്ക്ഔട്ട് ആവുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ചിലപ്പോൾ ഇത് ഡിസേബിൾ ചെയ്യാൻ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാം, പല അക്കൗണ്ടുകളിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെക്ഷൻസ് പോലും മെറ്റ ഇപ്പൊ പല അക്കൗണ്ടിലും ഹൈഡ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അറിയാം. നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന മൾട്ടിപ്പിൾ ആഡ് അക്കൗണ്ടുകളിൽ ഈ ആ ഒരു ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെക്ഷൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കമ്മിങ് ഡേയ്സ് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെക്ഷൻസ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെഷൻ ഇപ്പൊ തന്നെ റൈറ്റ് ടൈമിൽ തന്നെ എടുക്കാമെന്ന് കരുതുന്നത്. ഇപ്പൊ മെറ്റ ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ തരുന്ന ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെക്ഷൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഈ മെറ്റ ഈ ഒരു ഓപ്ഷൻ തരുമ്പോൾ ഇവിടെ ഓഡിയൻസ് സജഷൻസ് എന്നൊരു ഓപ്ഷനാണ് ഉള്ളത്. ഈ ഓഡിയൻസ് സജഷൻസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മീം പോലെയാണ്. ആക്ച്വലി എന്തിനാണ് സാർ തോക്ക് എന്ന് പറയുന്നവരാണ് ആ ഒരു ഓഡിയൻസ് സജഷൻ കാണിക്കേണ്ടത്, ആരെയാണ് ഈ ക്യാമ്പയിൻ കൊണ്ടെത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും മെറ്റയാണ് ഡിസൈഡ് ചെയ്ത്. സോ നമുക്ക് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനിഷ്യലി ഈ ക്യാമ്പയിൻ ഏത് ഓഡിയൻസിലേക്ക് പോകണം അല്ലെങ്കിൽ ഏത് ആൾക്കാരിലേക്ക് പോകണം എന്നുള്ളൊരു പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബിഹേവിയർ വെച്ചിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചില്ല. ഞാൻ ഈ ഓഡിയൻസ് സജഷനിൽ ഞാൻ ജസ്റ്റ് ഒരു കൊച്ചിയിൽ 40 കിലോമീറ്റർ ടാർഗറ്റ് ലെവലിൽ നിർത്തിക്കൊണ്ട് ഞാൻ ഇവിടെ ഒരു പാരൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, പാരൻസിൽ ഞാൻ പാരൻസിൽ തന്നെ വളരെ നാരോ ആയിട്ടുള്ള ഒരു 12 മന്തിനുള്ളിലുള്ള പാരൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യണം. ഈ ഓഡിയൻസ് സൈസ് കണ്ടോ, കൊച്ചിയിൽ ഈ ചെറിയ ലൊക്കേഷനിൽ നമുക്ക് ഇത്രയും നമ്പർ ഓഫ് ഓഡിയൻസ് നമ്മളുടെ പാരൻസിൽ 12 മാസം വരെ പ്രായമുള്ള കുട്ടികളുടെ പാരൻസ് ആയിട്ട് 2 മില്യൺസിന് മുകളിലുള്ള ആൾക്കാർ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയും വലിയൊരു ഓഡിയൻസ് സൈസ് മെറ്റയിൽ ഭയങ്കര ബ്രോഡാണ്. ഇപ്പൊ തന്നെ കാണാം, ബ്രോഡ് ഓഡിയൻസ് സൈസ് ആണ്. എപ്പോഴും ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമ്മൾ ബ്രോഡ് ഓഡിയൻസ് സൈസ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യാം. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു സർവീസ് അനുസരിച്ച് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൽ വ്യത്യാസം വരാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ ബ്രോഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ക്യാമ്പയിൻ ചെയ്താൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു വളരെ ലിമിറ്റഡ് ആൾക്കാരിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്താലേ നമുക്ക് റോവാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു ഡാഷ്ബോർഡിലെ കളികളൊന്നും മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ ഞാൻ പാരൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗിൽ വന്ന് ഓഡിയൻസ് സജഷൻസ് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മെറ്റ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും ഈ ഒരു അൽഗോരിതത്തിൽ ആയിരിക്കില്ല.
ഇപ്പൊ കാണിക്കുന്ന ഓഡിയൻസ് സൈസ് എന്ന് പറഞ്ഞത് ഭയങ്കര ബ്രോഡാണ്, വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഞാനിത് ക്ലോസ് ചെയ്താലും ഭയങ്കര ചേഞ്ച് ഒന്നും വരാനും പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാ ഇത് മാറ്റാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് യൂസ് ഒറിജിനൽ ഓഡിയൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ മെറ്റ പറയുന്നത് നിങ്ങൾക്ക് റിസൾട്ട് കോസ്റ്റ് പെർ റിസൾട്ട് കുറയും എന്നൊക്കെ തന്നെ കുറേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണിക്കും, നിങ്ങൾ കൂടുതൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസിന്റെ കാര്യങ്ങളൊക്കെ വരും. അതെല്ലാം കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ പാരൻസിന്റെ 12 months കിടപ്പുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതാണ്, വീണ്ടും ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അഡ്വാൻറ്റേജ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബട്ടണും ഓട്ടോമാറ്റിക്കലി ടിക്കായിട്ടായിരിക്കും കിടക്കുന്നത്. ഇത് ഞാൻ ഓഫ് ചെയ്താൽ അപ്പൊ തന്നെ ഓഡിയൻസ് സൈസ് കുറയും. കണ്ടോ, ഓഡിയൻസ് സൈസ് കുറഞ്ഞു. റിയൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 47,000 ആൾക്കാർ മാത്രമാണ് മെറ്റയുടെ ആ ഒരു ടാർഗറ്റ് സെഗ്മെന്റിൽ വരുന്ന ആൾക്കാരുള്ളൂ. പക്ഷെ മെറ്റ അത് അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ആക്കിയിട്ട് നമുക്ക് ഭയങ്കര ഹ്യൂജ് സൈസ് ആൾക്കാരെ നമ്മളുടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇതൊരു ഡീറ്റെയിൽ ടാർഗറ്റിംഗ് അല്ല. ഓക്കെ, ഇത് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതൊരു അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ടാർഗറ്റിംഗ് ആണ്. അത് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോയി നമുക്കൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരിലേക്ക് ആഡ് കാണിക്കാനുള്ള ഭയങ്കര പോസിബിലിറ്റി ഉണ്ട്. ഇതേ സമയം ചില ക്യാമ്പയിനുകൾ ഇപ്പോൾ ഞാൻ തന്നെ പലതവണ പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. പല ക്യാമ്പയിനുകളും ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസിൽ ഇടുന്നത് നല്ല പെർഫോമൻസ് ആയിരുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ക്യാമ്പയിന്റെ ക്രിയേറ്റീവ് അല്ലെങ്കിൽ കണ്ടന്റിന്റെ ക്വാളിറ്റി തന്നെയാണ്. ഇത് ഈ ഒരു ഓഡിയൻസ് ടാർഗറ്റിംഗ് അല്ലെങ്കിൽ ഓഡിയൻസ് സജഷൻ പോലുള്ള കാര്യങ്ങൾ ഇൻ ഫ്യൂച്ചർ എടുത്ത് കംപ്ലീറ്റ്ലി മാറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറ്റേ ഇപ്പോൾ കൂടുതലും ഓരോരോ ദിവസം വരുന്ന അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് കാണാം, ഓരോരോ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ആയിട്ടുള്ള നാരോ ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാവരും എടുത്ത് കളയുകയാണ്. ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് അവർ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ലെവൽ തിങ്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഡാഷ്ബോർഡ് ലെവലിൽ തിങ്ക് ചെയ്യാതെ ഡാഷ്ബോർഡിൽ ഇത് എങ്ങനെ കുറക്കാം എന്ന് തിങ്ക് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ ചിന്തിക്കുക. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഒരു പാരൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴും പാരൻസിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ ചെയ്യുക. അല്ലാത്ത, അതായത് ഈ ഒരു നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിൽ വരാത്ത അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിൽ ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ കൊടുക്കാതിരിക്കുക. അതായത് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യാതിരിക്കുക. ഞാനൊരു ബേബി കെയർ പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഐഡിയൽ കസ്റ്റമേഴ്സ് ആരായിരിക്കും എന്ന് നമ്മൾ ഫിക്സ് ചെയ്യുക. ഫസ്റ്റ് നമ്മളുടെ പാരൻസ് തന്നെ വരാം, പിന്നെ ഗ്രാൻഡ് ഫാദേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് വരാം, പിന്നെ അങ്കിൾസ് വരാം. ഈ റിലേറ്റഡ് ഓഡിയൻസിൽ വരാത്ത, ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ചെറിയ കുട്ടി വീട്ടിലില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസിലേക്ക് ഈ ക്യാമ്പയിൻ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓഡിയൻസിലേക്ക് പോകണ്ടാത്ത ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ മാത്രം ക്രിയേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ആഡിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ മെറ്റയുടെ ഈ അൽഗോരിതം വർക്ക് ചെയ്തിട്ട് അതായത് ഞാൻ ഇതിനെപ്പറ്റി യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുട്ടികളുടെ റിലേറ്റഡ് പ്രോഡക്ട്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ പരിചയത്തിൽ പോലും ഒരു കുട്ടിയില്ല. ഓക്കെ, എൻ്റെ പരിചയത്തിൽ ആർക്കും ഒരു കുട്ടിയില്ല, എനിക്ക് സ്വന്തമായിട്ട് കുട്ടിയില്ല. ഈ സിനാരിയോയിൽ ഞാനൊരു ബേബി കെയർ പ്രൊഡക്ട്സിന്റെ ആഡ് കണ്ടപ്പോൾ എനിക്ക് ആ നല്ല ഭംഗിയുള്ള ഒരു ആഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതുകൊണ്ട് ആ ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ അതിൽ കമന്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ പോയി. പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ പാറ്റേണിലുള്ള ആൾക്കാരല്ലേ, അതായത് ഞാൻ എങ്ങനെയാണോ സോഷ്യൽ മീഡിയയിൽ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഡെമോഗ്രാഫിക്സ് എന്താണ്, എൻ്റെ ബിഹേവിയേഴ്സ് എന്താണ്, ഈ സിഗ്നൽസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് മെറ്റ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ആരാണെന്നുള്ളത്. എന്നെ പോലെ അല്ലെങ്കിൽ എൻ്റെ പാറ്റേൺസിന് സിമിലാരിറ്റി ഉള്ള പാറ്റേൺസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ആ ആളുകളിലേക്ക് എൻ്റെ ക്യാമ്പയിൻ കൂടുതലായിട്ട് പോകാൻ തുടങ്ങും. അങ്ങനെ കൂടുതലായിട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്യാമ്പയിൻ ഔട്ട് പെർഫോം ആകാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഓഡിയൻസിൽ ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ട് നമ്മളുടെ യാതൊരു ബന്ധവും, നമ്മുടെ പ്രൊഡക്റ്റുമായിട്ടോ സർവീസുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത ഓഡിയൻസിലേക്ക് ക്യാമ്പയിൻ പതുക്കെ വഴിമാറിപ്പോകും. അപ്പോൾ ക്യാമ്പയിൻ ചെയ്യുന്ന എല്ലാവരും ചിന്തിക്കേണ്ടത് അതിലെ കണ്ടന്റ് എത്രത്തോളം റെലവൻ്റ് ആണെന്നുള്ളതാണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ഓഡിയൻസിന് മാത്രം എത്രത്തോളം റെലവൻ്റ് ആണെന്ന് മാത്രം ചിന്തിക്കുക. നമ്മൾ ഈ ഒരു ഇപ്പൊ എമ്പുരാനൊക്കെ ഇറങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, എല്ലാവരും കുറെ പേര് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സിക്കാഡ 3301 എന്നൊരു പസില്. അതിൽ അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതിൽ അവർ ടാർഗറ്റ് ചെയ്തൊരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ
വേൾഡിൽ തന്നെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ഒരു ഓഡിയൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റി, അതായത് ഒരു കമ്മ്യൂണിറ്റി ആണോ എന്താണ്, അതൊരു കോൺസ്പിറസി തിയറിയാണ് ആക്ച്വലി. അവരാരാണ് എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. വേൾഡിലെ തന്നെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ടാലന്റ് ഹണ്ട് നടത്തി. ഈ ടാലന്റ് ഹണ്ട് ആണ് സിക്കാഡ 3301 എന്ന് പറഞ്ഞിട്ട് ഒരു പസിൽ അറിയപ്പെടുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പസിലായിരുന്നു. ഫസ്റ്റ് ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് പോയവർ പോലും ഫൈനൽ ലെവലിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു പസിലാണ്. അതായത് അവര് ആ ഓഡിയൻസിനെ നാരോ ഡൗൺ ചെയ്ത് അവരുടെ പസിലുകൾ ക്ലിയർ ചെയ്ത് മാത്രമാണ് അവർ ഓഡിയൻസിൽ പിക്ക് ചെയ്തത്. അതിൽ അവരെ ചിലപ്പോൾ ഒരു ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ്സുകൾ അങ്ങനെ ഉണ്ടാവും, ഒരു ലക്ഷറി പ്രൊഡക്റ്റുകൾ മാത്രം നോക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. ആക്ച്വലി എനിക്കൊരു സാനിറ്ററി വെയർ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു, ഒരു 30 lakhന് മുകളിലുള്ള സാനിറ്ററി വെയർ പ്രൊഡക്ട്സ് വിൽക്കുന്ന ഒരു കമ്പനി. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ നമ്മൾ ഈ മാർക്കറ്റിലേക്ക് ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ഇട്ടിട്ട് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഭയങ്കര ഒരു കോംപ്ലക്സിറ്റിയാണ്, ഭയങ്കര ഗ്യാരണ്ടി കുറവ് നമുക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല ഇറലവന്റ് ഓഡിയൻസ് ആണ് കൂടുതലുള്ളത്. നമ്മളുടെ സർവീസുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത ഓഡിയൻസാണ് മാർക്കറ്റിൽ കൂടുതലുള്ളതെങ്കിൽ അതിലേക്ക് ക്യാമ്പയിൻ ഓട്ടോമാറ്റിക്കലി വലുതായി പോകും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കണ്ടന്റിൽ അത്രത്തോളം കോംപ്ലക്സിറ്റി കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ആയിട്ടിരിക്കേണ്ടത്. ഈ ടാർഗറ്റിംഗ് ലെവൽ നോക്കുമ്പോൾ നമുക്കറിയാം അഡ്വാൻറ്റേജ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓഡിയൻസ്. ഇപ്പോൾ ഒരു ബേബി പസിൽ ഗെയിമിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസിൽ ക്യാമ്പയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് ജനറേറ്റ് ആവില്ല. അതായത് ഭയങ്കരമായിട്ട് പൈസ സ്പെൻഡായി റോവാസ് ഒരു 3.5 ഒക്കെ മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ സിറ്റുവേഷനിൽ അവർക്ക് ബ്രേക്ക് ഇവൺ ആവണമെന്നുണ്ടെങ്കിൽ, അവർക്ക് പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു 4-5 മിനിമം ROIs എടുത്താൽ മാത്രമേ അവർക്ക് ഒരു പ്രോഫിറ്റബിൾ ആവുള്ളായിരുന്നു ഈ പ്രൊഡക്റ്റ്. ഈ സിനാരിയോയിൽ നമുക്ക് ഒരിക്കലും ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസിൽ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നാരോ ഡൗൺ ചെയ്യണം. നാരോ ഡൗൺ ചെയ്യാൻ ഞാൻ ഇവിടെ പോയിട്ട് നാരോ ഓഡിയൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും അഡ്വാൻറ്റേജ് പ്ലസ് എല്ലാം ഓഫാക്കി നമ്മൾ കസ്റ്റമായിട്ടുള്ള ഓഡിയൻസിനെ ഇവിടെ ഓഡിയൻസ് സൈസ് കുറച്ചുകൊണ്ട് മാത്രം ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഇനി മുതൽ ഈ ഓഡിയൻസ് സൈസ് ഒന്ന് മാറ്റർ ആയിട്ട് കണക്കാക്കുക. ഓഡിയൻസ് സൈസ് മാറ്റർ ആയിട്ട് കണക്കാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ നിങ്ങളുടെ പ്രോഡക്റ്റ് ക്യാമ്പയിൻ പെർഫോമൻസിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മെറ്റ ഈ ഒരു കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ടാർഗറ്റിംഗ് അൽഗോരിതം അല്ലെങ്കിൽ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെക്ഷൻ എടുത്ത് കളഞ്ഞാൽ നിങ്ങൾ ഇത് എങ്ങനെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ ജസ്റ്റ് കാണിക്കാം. ആക്ച്വലി അതിന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ടൈം കുറവായതുകൊണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ജസ്റ്റ് അടുത്തത് ഈ നമ്മുടെ ഓഡിയൻസസ് സെക്ഷനാണ്. മെറ്റയില് ഓഡിയൻസസ് സെക്ഷനിൽ നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് 3 ഓപ്ഷൻസ് കാണാം. 3 ഓപ്ഷൻസിൽ ഒന്ന് കസ്റ്റം ഓഡിയൻസ് ആണ്. ഈ കസ്റ്റം ഓഡിയൻസിൽ വരുന്നത് വെബ്സൈറ്റിൽ കസ്റ്റമർ ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഉള്ള കസ്റ്റം ഡേറ്റാസ് ആഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ ലുക്കലേക്ക് ഓഡിയൻസ് ആണ്. ലുക്കലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഒരു ഡേറ്റ, അതിപ്പോ മേ ബി ഒരു വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് ആയിരിക്കാം. അവരെ പോലെയുള്ള പാറ്റേൺസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മളുടെ ക്യാമ്പയിൻ എത്തിക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ സേവ്ഡ് ഓഡിയൻസ് ആണ്. ഈ സേവ്ഡ് ഓഡിയൻസിൽ നമുക്ക് ഈ ഡാഷ്ബോർഡിൽ നോർമലി കാണുന്ന ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെക്ഷനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് പേര് കൊടുത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന ക്യാമ്പയിനുകളുടെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഓഡിയൻസുകളുടെ ഒരു ഓഡിയൻസിനെ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ മേ ബി ഇപ്പോൾ ഇൻ ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു എസ്റ്റിമേഷൻസ് ആണ്, കാരണം അവർ ബാക്കിയുള്ള എല്ലാ ടാർഗറ്റിംഗ് സെക്ഷൻസും അവിടുന്ന് ആ ഒരു ആഡ്സെറ്റ് ലെവലിൽ നിന്ന് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് എല്ലാ ടാർഗറ്റിംഗ് ഓപ്ഷൻസും അവർ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ എടുത്തതിന് ശേഷം സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കസ്റ്റം ഓഡിയൻസിനെ ആഡ് ചെയ്യാൻ പറ്റും, ഒരു വെബ്സൈറ്റ് വിസിറ്റേഴ്സിനെ ആഡ് ചെയ്യാം, ലുക്കലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, നമുക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യാം,
പിന്നെ ഡീറ്റെയിൽ ലാംഗ്വേജ് ടാർഗറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡീറ്റെയിൽ ടാർഗറ്റ്, നമുക്ക് എല്ലാ ടാർഗറ്റിംഗ് ലെവലായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഈ ഓഡിയൻസ് സെഗ്മെന്റിൽ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു സിമിലർ ഓഡിയൻസിൽ തന്നെയാണ് എപ്പോഴും ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാർഗറ്റിംഗ് സേവ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ പണി ഏകദേശം ഒരുപാട് കുറയ്ക്കും. കാരണം എല്ലാ പുതിയ ക്യാമ്പയിൻ ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും സെയിം കാര്യം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാനും ഈ ഒരു സെക്ഷൻ ഉപയോഗിക്കാം. ഇൻ ഫ്യൂച്ചർ ആ ഒരു ആഡ്സെറ്റ് ലെവലിലുള്ള ഈ ഒരു ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെക്ഷൻ അവരെടുത്ത് കളഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു പുതിയൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ഇവിടുന്ന് പുതിയ ഓഡിയൻസിനെ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് കാണിക്കാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ ഓഡിയൻസും യൂസ് സേവ്ഡ് ഓഡിയൻസും ഉണ്ട്. ഇവിടെ യൂസ് സേവ്ഡ് ഓഡിയൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കും, അത് ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് മുമ്പ് നമ്മളൊരു മീറ്റിംഗ് ഡിസ്കസ് ചെയ്ത പോലെ എങ്ങനെയാണ് ഒരു ഡിവൈസ് ടാർഗറ്റ് ചെയ്യാം എന്നൊന്നും ഞാൻ ഡൗട്ട് ചോദിച്ചായിട്ട് കേട്ടിരുന്നു ഈ കോമന്റ് സെഷനിൽ. അപ്പോൾ ഡിവൈസ് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് പ്ലേസ്മെന്റ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് മാനുവൽ പ്ലേസ്മെന്റ് ആക്കാം. മാനുവൽ പ്ലേസ്മെന്റ് ആക്കിയിട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഷോ മോർ ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ മൊബൈൽ ഡിവൈസസ്, ആൻഡ്രോയിഡ് ഡിവൈസസ്, iOS മൊബൈൽ ഡിവൈസസ് ഓൺലി. ഇങ്ങനെ iOS ഡിവൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് iOS ഡിവൈസുകളിൽ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്ത് ഡിവൈസ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ പാരൻസിൽ തന്നെ iOS ഡിവൈസസ് ഓൺലി കൊടുത്തപ്പോൾ ഓഡിയൻസ് സൈസ് 1500, 1800 ആയി. അപ്പോൾ നമുക്ക് നാരോ ഡൗൺ ചെയ്ത് ക്യാമ്പയിൻ ചെയ്ത് നോക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നാരോ ഡൗൺ ചെയ്താൽ എപ്പോഴും മെറ്റ CPM കൂട്ടും. CPM എന്ന് പറഞ്ഞാൽ 1000 പേരെ ആഡ് കാണിക്കാൻ വേണ്ടി മെറ്റ ചാർജ് ചെയ്ത ഒരു എമൗണ്ട് ആണ്. ഈ ഗൂഗിൾ ആഡ്സ് എപ്പോഴും CPCയിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് CPC എന്ന് വെച്ചാൽ ക്ലിക്കിനാണ് ഗൂഗിൾ ആഡ്സ് ചാർജ് ചെയ്യുന്നതെങ്കിൽ, മെറ്റ ആഡ്സ് എപ്പോഴും ചാർജ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇംപ്രഷന് വേണ്ടിയാണ്. അതായത് 1000 പേരെ ഇംപ്രഷൻ തരണമെങ്കിൽ 1000 പേരുടെ ഇംപ്രഷൻ 1000 ഇംപ്രഷൻസിന് വേണ്ടിയുള്ള ചാർജാണ് മെറ്റ എപ്പോഴും വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഓഡിയൻസ് സൈസ് നാരോ ഡൗൺ ചെയ്ത് ചിലപ്പോൾ ഈ 1500 പേരെ ആക്കി കഴിഞ്ഞാൽ മെറ്റ ചിലപ്പോൾ ചാർജ് ചെയ്യാൻ 1000 പേരെ ആഡ് കാണിക്കാൻ ചാർജ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ 2000 രൂപയായിരിക്കും. ഞാൻ ഉദാഹരണം പറയാണ്, അത് കറക്റ്റ് അല്ല. എപ്പോഴും മാർക്കറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ആയിട്ട് മെറ്റ അത് വേരി ചെയ്യാറുണ്ട്. നമ്മളുടെ ക്രിയേറ്റീവിന്റെ ക്വാളിറ്റി, ക്ലിക്ക് റേറ്റ് എല്ലാം നോക്കിയിട്ടും അത് വേരി ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം നാരോ ഡൗൺ ചെയ്യുന്നോ അത്രത്തോളം CPM ഇൻക്രീസ് ചെയ്യാറുണ്ട് മെറ്റ. അപ്പൊ നമ്മൾ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ROAS നോക്കിയിട്ട് എന്താണ് അവസ്ഥ, നമുക്ക് ഈ ഡീറ്റെയിൽ ടാർഗറ്റ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യുന്നതാണോ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്, അതോ ഇനി എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഓഡിയൻസ് ഇട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത്, അതായത് എനിക്ക് പ്രോഫിറ്റബിൾ ആയത്. അപ്പോൾ അങ്ങനെ എപ്പോഴും നോക്കി ഓഡിയൻസ് സൈസിനെ നോക്കി ഓഡിയൻസിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി എപ്പോഴും ആ ഒരു ലെവൽ, അതായത് ഇത് അഡ്വാൻറ്റേജ് ഓഡിയൻസ് ആണോ അല്ലയോ, നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്തിയിട്ട് മാത്രം ക്യാമ്പയിൻ ചെയ്യാം. ഇതിപ്പോ ഇത്രയും ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. മേ ബി ഒരു 2-3 hours എടുക്കാനുള്ളൊരു കാര്യങ്ങളുണ്ട് ഇതിൽ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതൊന്ന് ചെയ്തു നോക്കുക. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആദ്യം തന്നെ നിങ്ങൾ എന്തായാലും ഒരു ആഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെ എക്സാമ്പിൾ ആയിട്ട് കരുതുക. അതായത് നിങ്ങൾ സ്വന്തം പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം. ആ പ്രൊഡക്റ്റിന് വേണ്ട കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് ആദ്യം എപ്പോഴും ചെയ്യേണ്ടത് അതാണ്. കസ്റ്റമേഴ്സ് ആരായിരിക്കും, ഒരു ഓഡിയൻസ് പേഴ്സണെ ക്രിയേറ്റ് ചെയ്യുക. ഓഡിയൻസ് പേഴ്സൺ ഒരു ഐഡിയൽ ഓഡിയൻസ് ആരായിരിക്കും എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരിക. ഓക്കെ, ഈ ഇന്ന ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത ഓഡിയൻസ് 4-5 ഓഡിയൻസിനെ നമ്മൾ ജനറേറ്റ് ചെയ്ത് ആ ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയും ഓഡിയൻസ് സൈസ് നാരോ ഡൗൺ ചെയ്തതുകൊണ്ട് ഇത്രയും ചെറുതായിട്ട് ഓഡിയൻസിന് നാരോ ഡൗൺ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ട്രൈ ചെയ്യാം. അതേപോലെ അടുത്തത് ഒരു കാര്യം ചെയ്യേണ്ടത്, അഡ്വാൻറ്റേജ് ഇതെല്ലാം ചെയ്തിട്ട് ഒന്ന് ടിക്ക് ഇട്ട് നോക്കുക. അപ്പൊ എത്രത്തോളം ഓഡിയൻസ് വരും എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇതെല്ലാം ടാർഗറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാനിവിടെ കൊടുക്കുകയാണ്, അഡ്വാൻറ്റേജ് പ്ലസ് കൊടുക്കുകയാണ്. ഇപ്പൊ കണ്ടോ 1 lakh മുകളിലേക്ക് പോയി ഓഡിയൻസ്, 1,49,000 മുകളിലേക്ക് ഓഡിയൻസ് പോയിട്ടുണ്ട്. അപ്പോൾ
മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ടിനെ വിട്ടേക്കും, ഈ കാര്യം നോക്കണ്ട. അത് നോക്കുന്നത് ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല, അത് ജസ്റ്റ് സജഷൻസ് മാത്രമാണ്. പക്ഷെ എപ്പോഴും ഓഡിയൻസ് സൈസിനെ കുറയ്ക്കാൻ നോക്കുക, ഓഡിയൻസിനെ കൂട്ടാനും കുറയ്ക്കാനും പഠിക്കുക. എങ്ങനെയാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ടാർഗറ്റിംഗ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ടാർഗറ്റിംഗ് സെക്ഷൻസിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ജനറേറ്റ് ആവും. മാത്രമല്ല ഡിവൈസ് ടാർഗറ്റിംഗ് ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളുടെ തന്നെ മാനുവൽ പ്ലേസ്മെന്റ് ഓപ്ഷൻസിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഗ്രൂപ്പിൽ ചോദിക്കാം. എന്തായാലും ഞാൻ മറുപടി തരുന്നതായിരിക്കും. മാക്സിമം വർക്കിംഗ് ടൈം അല്ലാത്ത ടൈമുകളിലൊക്കെ ആയിരിക്കും കൂടുതൽ ഞാൻ ആൻസർ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കുക. മാത്രമല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. മാത്രമല്ല ഈ യൂസ് ഓഡിയൻസ്, കസ്റ്റം ഓഡിയൻസിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. കസ്റ്റം ഓഡിയൻസിൽ തന്നെ ലുക്കലേക്കും മറ്റു ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം, പെട്ടെന്നൊരു ബ്രീഫായിട്ട് പറയാം. ഇവിടെ കസ്റ്റം ഓഡിയൻസിൽ വെബ്സൈറ്റിലാണെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. വെബ്സൈറ്റിൽ തന്നെ നമുക്കൊരു പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മളുടെ വെബ്സൈറ്റിൽ വന്ന എല്ലാവരും നമുക്ക് ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വെബ് പേജ് വിസിറ്റ് ചെയ്ത ആൾക്കാർ ടാർഗറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഓരോ ഇവന്റ്സ് വെച്ച് ടാർഗറ്റ് ചെയ്യാം, അല്ല ഇനി വെബ്സൈറ്റിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്ത ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാം. ഈ ടൈം സ്പെൻഡ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പലർക്കും ഡൗട്ടുള്ള കാര്യമാണ് ഈ പെർസെൻറ്റേജ് വർക്കിംഗ് എങ്ങനെയാണ്. ഓക്കെ, ഇത് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ്. ഈ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് തന്നെയാണോ? പെർസെൻറ്റേജും തമ്മിലുള്ള ഡിഫറൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ വെബ്സൈറ്റിലെ വിസിറ്റേഴ്സിന് എടുത്തിട്ട് അവർക്ക് ഈ എൻട്രൻസിലൊക്കെ റാങ്കിങ് കൊടുക്കുന്ന പോലെ ഒരു റാങ്കിങ് കൊടുക്കുക ടോട്ടൽ വെബ്സൈറ്റ് വിസിറ്റേഴ്സിന്. അത് വിസിറ്റേഴ്സിന്റെ ടൈം സ്പെൻഡ് അനുസരിച്ച് റാങ്കിങ് കൊടുക്കുകയാണ് എന്ന് കരുതുക. നമ്മുടെ വെബ്സൈറ്റിൽ 100 പേരാണ് നമ്മളുടെ വന്നിട്ടുള്ളതെങ്കിൽ, ഓക്കെ, 100 പേര് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത ആൾക്ക് ഫസ്റ്റ് റാങ്കും, ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ആൾക്ക് ഫസ്റ്റ് റാങ്കും, ഏറ്റവും കുറവ് ടൈം സ്പെൻഡ് ചെയ്ത ആൾക്ക് 100th റാങ്കും കൊടുത്തു. ഇതിൽ ഫസ്റ്റ് 25th റാങ്ക് വരെ വരുന്ന ആൾക്കാരാണ് ഈ 25%. അത് കുറക്കാം. 10% എന്ന് പറയുമ്പോൾ ടോപ്പ് 10% ആൾക്കാരാണ്, ടോപ്പ് 10 സ്പെൻഡ് ചെയ്ത ആൾക്കാർ, ടോപ്പ് 5 സ്പെൻഡ് ചെയ്ത ആൾക്കാർ. അങ്ങനെ നമുക്ക് നാരോ ഡൗൺ ചെയ്യാനും ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്നോട് പല ഡൗട്ട് ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു ലുക്കലേക്കിൽ വരുന്ന പെർസെൻറ്റേജ് എന്താണ്. നമ്മൾ ലുക്കലേക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർസെൻറ്റേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പെർസെൻറ്റേജ് 1% കൊടുത്തിങ്ങനെ എന്തിനാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 1% എന്ന് കൊടുക്കുന്നത് ടോപ്പ് 1% മാച്ച് ആൾക്കാരാണ്. അതായത് നമ്മളുടെ ഈ വെബ്സൈറ്റ് വിസിറ്റേഴ്സിന്റെ ഒരു ഡേറ്റ എടുത്തിട്ടുണ്ട്, മെറ്റയുടെ കയ്യിൽ ആ ഡേറ്റ ഉണ്ട്. ഈ ഡേറ്റ വെച്ചിട്ട് ഓരോ കസ്റ്റമേഴ്സിനെ അവർ ഒരു പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1000 കസ്റ്റമേഴ്സ് ആണ് വിചാരിക്കുക. ഈ 1000 കസ്റ്റമേഴ്സിന്റെയും അവരുടെ ഒരു പാറ്റേൺ ഓഫ് സോഷ്യൽ മീഡിയ യൂസേജ് ഉണ്ട്. അതായത് അവരുടെ ബിഹേവിയേഴ്സ് ആയിരിക്കാം, അവരുടെ ഇൻട്രസ്റ്റ് ആയിരിക്കാം, ഡെമോഗ്രാഫിക്സ് ആയിരിക്കാം. ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആ ഒരു 1000 ആൾക്കാരുടെയും പാറ്റേൺസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പാറ്റേൺസ് പോലെ തന്നെയുള്ള ഈ പാറ്റേൺസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പ് 1% ആൾക്കാരെയാണ് ഈ 1% കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 2%, ഇപ്പോൾ 1% കൊടുക്കുമ്പോൾ തന്നെ എസ്റ്റിമേറ്റ് ഓഡിയൻസ് സൈസ് ഉണ്ട്. 4.4 മില്യൺ അടുത്ത ആൾക്കാർ നമ്മുടെ എസ്റ്റിമേറ്റ് ഓഡിയൻസ് സൈസ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ 2% ആക്കിയാണെങ്കിൽ ചിലപ്പോൾ 11 മില്യണിന് മുകളിലേക്കുള്ള ഓഡിയൻസ് സൈസ് വരും. അതായത് ടോപ്പ് 2% ആയി. അപ്പോൾ അത് കൂട്ടുന്നതനുസരിച്ച് ഓഡിയൻസിന്റെ സൈസ് എക്സ്പാൻഡ് ആവും, അത് കുറയ്ക്കുന്നതനുസരിച്ചിട്ട് ഓഡിയൻസിന്റെ സൈസ് കോൺട്രാക്ട് ആവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ടാർഗറ്റിംഗ് സെക്ഷൻസ് ഒന്ന് നോക്കൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് 4:52 ഞാനിപ്പോ ഈ ഒരു സെഷൻസ് ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഞാൻ ഒന്നുകൂടി പറയേണ്ടതുണ്ടോ എന്ന് പറയണേ. റാഷിദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. റാഷിദ്, ഓക്കെ, ഷബീബ് ചോദിച്ചോളൂ.
ഓഡിബിൾ അല്ലേ? കുറച്ച് ഓളിയും കുറവാണ്, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ ഇപ്പോൾ എൻഗേജ്മെന്റ് ക്യാമ്പയിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വാട്സപ്പ് കൺവേർഷൻ അങ്ങനെ ചെയ്യുമ്പോൾ 2 ടിക്ക് ഇടുമല്ലോ. ഇപ്പം അവിടെ 3 ഓപ്ഷൻ ഉണ്ടാവല്ലോ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ. അതിൽ വാട്സപ്പ് മാത്രം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ടാർഗറ്റിംഗിന്റെ ഓപ്ഷൻ വരില്ല. അത് എല്ലാവർക്കും ഉള്ളതാണോ, ഇനി എന്റെ ആഡ് അക്കൗണ്ടിന്റെ ആണോ? ഇല്ല, അതെടുത്ത് മെറ്റ അത് പതുക്കെ അത് റിമൂവ് ചെയ്തതാണ്. ആ ഒരു വാട്സപ്പ് ക്യാമ്പയിനിൽ നിന്ന് ആ ഒരു ഓപ്ഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് മെറ്റ. കറന്റ് നമുക്ക് കസ്റ്റമർ ഓഡിയൻസിന് 2 ഓപ്ഷൻ ടിക്ക് ഇടുമ്പോൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ടിക്ക് ഇടുമ്പോൾ ഡീറ്റെയിൽ ടാർഗറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ മെസ്സഞ്ചറോ ഒന്ന് മാത്രം ടിക്ക് ഇടുമ്പോൾ ഡീറ്റെയിൽ ടാർഗറ്റിന്റെ ഓപ്ഷൻ വരുന്നില്ല. അത് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് മെറ്റ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ആഡ് അക്കൗണ്ടുകളിൽ ഈ ഒരു ഇഷ്യൂ 1 ഇയർ മുമ്പോട്ടേ കാണുന്നുണ്ട്. അതായത് സോറി, അപ്പൊ 1 ഇയർ മുമ്പ് തൊട്ട് ഈ ഒരു കാര്യങ്ങൾ പല ആഡ് അക്കൗണ്ടിലും റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആഡ് അക്കൗണ്ടിലും വാട്സപ്പ് മാത്രം ടിക്ക് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഓപ്ഷൻ കാണുന്നില്ല. അത് കുറച്ച് നാളായി, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട് ആ ഒരു ഓപ്ഷൻ കാണാത്തൊരു സിറ്റുവേഷൻ. അത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അതേപോലെ വേറൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ടല്ല, എനിക്കൊരു ഇത് വന്നതാണ്. ഞാൻ ക്യാമ്പയിൻ ചെയ്തപ്പോൾ സാധാരണ നോർമൽ ചെയ്യുമ്പോൾ കൺവേർഷൻ ഒരു എക്സ്റ്റിമേറ്റിൽ കാണിക്കുമല്ലോ, 0 to 12 എന്നൊക്കെ. ഞാൻ ഒരു പോയിന്റ് ലൊക്കേഷന്റെ അറൗണ്ട് 25 കിലോമീറ്റർ അറൗണ്ട് കൊടുക്കുന്നത് ലൊക്കേഷൻ കൊടുത്തത്. ഫുള്ളായി ബോർഡായിട്ട് ടാർഗറ്റിംഗ് ആയി, അതായത് 18 to 65 വരെ ഏജ് ഉണ്ട്. പിന്നെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അതിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്നൊരു 18 to 35 ഇടയിൽ കൺവേർഷൻ ആവാൻ സാധ്യത ഉണ്ടെന്ന് അതിൽ കാണിച്ചു. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വേറെ ഒന്നും ചേഞ്ച് ചെയ്താതെ പെട്ടെന്ന് ആ ആഡ് റൺ ചെയ്തു. അതിൽ എനിക്ക് അത്ര നല്ലൊരു എന്താ പറയാ കോസ്റ്റ് പെർ ലീഡ് കുറഞ്ഞിട്ട്, അതായത് 3 രൂപയുടെ അടുത്ത് മാത്രം കോസ്റ്റ് പെർ ലീഡ് വന്നിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഞാൻ വേറെ ഒരു ജസ്റ്റ് ഉണ്ടാക്കി വെച്ചു. അതിൽ എനിക്ക് കാണിച്ചത് 0 to 6 വരെയാണ്. അതിന്റെ കോസ്റ്റ് പെർ റിസൾട്ട് 32 ആ റേഞ്ചിൽ വന്നും ചെയ്തു. കൺവേർഷൻ വന്നിട്ടില്ല. രണ്ടും സെയിം രീതിയിലാണ് ചെയ്യുന്നതൊക്കെ. അത് എന്തായിരിക്കും അങ്ങനെ വരാൻ കാരണം? ഐഡിയ ഉണ്ടോ? ഞാൻ ജസ്റ്റ് പറയാം. അതിൽ മേജർ ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ആ ഒരു എസ്റ്റിമേറ്റഡ് റിസൾട്ടിൽ നിങ്ങൾ അധികം റിലേ ചെയ്യരുത്. അതായത് മെറ്റ നിങ്ങൾ എത്രത്തോളം ലിബറലാക്കി ടാർഗറ്റ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് തരും എന്ന് തന്നെ കാണിക്കും. കാരണം റീസൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും മെറ്റയ്ക്ക് കൂടുതൽ ഏൺ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം നോക്കുള്ളൂ. നിങ്ങൾ ബഡ്ജറ്റ് കൂട്ടുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് തരുന്നതായിട്ട് മെറ്റ കാണിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ റിലേ ചെയ്യേണ്ടത് അതിന്റെ കണ്ടന്റിലാണ്. അതായത് നമ്മളുടെ കണ്ടന്റ് എത്രത്തോളം അട്രാക്റ്റീവ് ആണ്. ഒരിക്കലും ഈ ഒരു ഡാഷ്ബോർഡിലുള്ള മെട്രിക്സിനെ നിങ്ങളൊരു ഇതായിട്ട് എടുക്കരുത്. എന്താ പറയാ, ഒരു ഡിപ്പെൻഡൻസി ആവരുത്. ഡാഷ്ബോർഡിൽ കാണിക്കുന്ന റിസൾട്ട് ഒരിക്കലും മെറ്റ ഗ്യാരണ്ടി ചെയ്യുന്നതല്ല, അത് എസ്റ്റിമേറ്റഡ് റിസൾട്ട് ആണ്. ഇനി അതിൽ നിങ്ങൾ ചെയ്യുന്ന ക്രിയേറ്റീവ് അത്ര അട്രാക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അല്ലെങ്കിൽ ഒരു വീഡിയോ അത്ര അട്രാക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ എപ്പോഴും കണ്ടന്റിൽ ഫോക്കസ് ചെയ്യുക. ഈ ഒരു ടാർഗറ്റിങ് ആ ഒരു മെട്രിക്സ് എപ്പോഴും മെറ്റ ചുമ്മാ കാണിക്കുന്നത്, അതിനെ അത്ര നമുക്ക് അതിനെ റിലേ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ കണ്ടന്റ് എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്, റിസൾട്ട് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ബ്രോഡായിട്ടാണ് ടാർഗറ്റ് ചെയ്തതെങ്കിൽ, ഇതൊരു നാരോ ചെയ്യേണ്ട ബിസിനസ് ആണെങ്കിൽ നാരോ ഡൗൺ ചെയ്യാം. ഇനി നാരോ ഡൗൺ ചെയ്യണ്ട, ഓക്കെ, അടുത്ത ക്രിയേറ്റീവ് ആണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് കുറച്ച് അട്രാക്റ്റീവ് ആക്കിയാൽ ചിലപ്പോൾ റിസൾട്ട് വരുവാന്ന് നിശ്ചയിക്കാനായിട്ട് ഒന്ന് ക്രിയേറ്റീവ് അല്ലെങ്കിൽ വീഡിയോ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെയാണ് എപ്പോഴും വർക്ക് ചെയ്യേണ്ടത്. ആ ഒരു റിസൾട്ട് ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കാറില്ല. എപ്പോഴും എസ്റ്റിമേറ്റഡ് ഓഡിയൻസ് സൈസ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. എനിക്ക് ആക്ച്വലി പറഞ്ഞ് മനസ്സിലാവാത്തതുകൊണ്ടാണ് അറിയില്ല. അതായത് സെയിം കണ്ടന്റ് സെയിം പോസ്റ്റ് ആണ്. ഞാൻ ഒന്നുണ്ടാക്കിയപ്പോൾ ഒരു ആഡ് ക്യാമ്പയിൻ ഉണ്ടാക്കിയപ്പോൾ ഒരാൾപ്പെടെ 6 ഇത് വന്നിട്ടുള്ളൂ, കാണിച്ചിട്ടുള്ളൂ. രണ്ടാമത് വെറുതെ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിലൊരു 25 കൺവേർഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടിലും സെയിം കാര്യങ്ങളെ കൊടുത്ത് എല്ലാം സെയിം ആണ്, ഒരു മാറ്റമില്ല. 1 6 1 25 രണ്ടും ഞാൻ എങ്ങനെ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. രണ്ടും ക്യാമ്പയിൻ റൺ ചെയ്ത് നോക്കി.
ആ 25 കാണിച്ചതിൽ നല്ല റിസൾട്ട് വന്നു ചെയ്ത് 6 കാണിച്ചതിൽ അത്ര ചെറിയ റിസൾട്ട് വന്നു പോകുന്നു. എല്ലാതും സെയിം ആണ്, കറക്റ്റ് ആണ്, എല്ലാം ഒരേ മതി. ഞാൻ പിന്നെയും ചെക്ക് ചെയ്തിട്ട് നോക്കി. അത് എന്തായിരിക്കും അങ്ങനെ വരാൻ കാരണം? അതിന്റെ എന്തെങ്കിലും ഒരു കാര്യം കാണിക്കാൻ പറ്റും? അതായത് നമുക്കൊരിക്കലും അത് ഒരു ബ്ലൈൻഡ് ആയിട്ടൊന്നും ആൻസർ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അതായത് എന്തുകൊണ്ട് ആ ക്യാമ്പയിൻ പെർഫോം ചെയ്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ മെട്രിക്സ് നോക്കേണ്ടി വരും. അതിന്റെ ഓഡിയൻസ് ടാർഗറ്റിംഗ് ലെവൽ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നോക്കണം, അതിന്റെ പോസ്റ്റേഴ്സ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നോക്കണം, അതിന്റെ ബഡ്ജറ്റ് എങ്ങനെയാണ് കൊടുത്ത് സ്ക്രിപ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത് നോക്കേണ്ടി വരും. പിന്നെ അതിന്റെ ഓഫ് കോഴ്സ് അതിന്റെ റൺ ചെയ്തിട്ടുള്ള അതിന്റെ മെട്രിക്സ് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പെട്ടെന്നൊരു എനിക്കിങ്ങനെ ക്വിക്കായിട്ടൊരു ആൻസർ പറയാൻ പറ്റുന്ന ഒരു കേസ് അല്ല, അതൊന്ന് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബട്ട് മറ്റേലിപ്പോ സെയിം ക്യാമ്പയിൻ സെയിം ടാർഗറ്റിംഗിൽ സെയിം ബഡ്ജറ്റ് ആണോ? സെയിം ബഡ്ജറ്റ് തന്നെയായിരുന്നു? സെയിം ബഡ്ജറ്റ്. പക്ഷെ എനിക്ക് റിസൾട്ട് വന്നതിന് നമ്മള് മെസ്സേജ് കൺവേർഷൻ അങ്ങനെ കാണിക്കുമല്ലോ റിസൾട്ടില്. അതില് ഒന്നില് കാണിച്ചത് ലിങ്ക് ക്ലിക്കും മറ്റില് കാണിച്ചത് മെസ്സേജ് കൺവേർഷനും ആണ്. ഞാനിതിപ്പോ കാണിച്ചു തരാൻ കഴിയാത്തത് എന്റെ ഓഫീസ് ലാപ്പിലാണ്. ഞാൻ നാളെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അയച്ചത്. ലിങ്ക് ക്ലിക്സിലാണോ റിസൾട്ട് കൂടുതൽ എന്ന് പറയുന്നത്, അതോ റിസൾട്ടില് മെസ്സേജ് കിട്ടിയത് ഏതിനാണ് ട്രാക്ക് ചെയ്ത് നോക്കിയിരുന്നോ? ഇല്ല, അങ്ങനെ നോക്കിയിട്ടില്ല. ലിങ്ക് ക്ലിക്സ് റിസൾട്ടില് ഡാഷ്ബോർഡിൽ കാണിക്കുന്ന മെട്രിക്സ് ആണ് കൂടുതൽ കാണിക്കുന്നതെങ്കിൽ, ലിങ്ക് ക്ലിക്സ് ആണ് നിങ്ങൾ ഒബ്ജക്റ്റീവ് കൊടുത്തതെങ്കിൽ, മെറ്റയോട് നമ്മൾ പറയുന്നത് നമ്മളുടെ കൺവേർഷൻ എന്താണ്, ആ വെബ്സൈറ്റിൽ അതായത് നമ്മളുടെ CTL ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ റിസൾട്ട്. അപ്പോൾ എപ്പോഴും ആ വാട്സപ്പിലും ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അപ്പൊ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യും, മറ്റേ ഡാഷ്ബോർഡ് ട്രാക്ക് ചെയ്യും ഒരു കൺവേർഷൻ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ലിങ്ക് ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഡേറ്റ കാണിക്കും. അതേസമയം വാട്സപ്പ് മെസ്സേജിങ് കോൺവെർസേഷനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് കൊടുത്തതെങ്കിൽ, മെസ്സേജ് ഒരാൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ആയി വന്ന് നമുക്കൊരു ഫസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രമേ മെസ്സേജിങ് കോൺവെർസേഷൻ ട്രാക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ ഡിഫറൻസ് ചിലപ്പോൾ ഡാഷ്ബോർഡിൽ കാണിക്കുന്ന മെട്രിക്സിൽ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഏതൊരു ക്യാമ്പയിനിൽ കൂടുതൽ റിസൾട്ട് വരുന്നതായിട്ട് കാണിക്കുന്നത്. ലിങ്ക് ക്ലിക്ക് കാണിച്ച അതിലാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞ റിസൾട്ടില് എല്ലാം കാണിക്കും. അതിൽ നിന്ന് തന്നെയാണ് റിസൾട്ട് വന്നെന്ന് ഉറപ്പുണ്ടോ? അതായത് ലിങ്ക് ക്ലിക്സിന്റെ കൗണ്ട് കൂടുതൽ ഉണ്ടാവും, പക്ഷെ അതിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് കിട്ടിയെന്നുണ്ടെങ്കിലും ഉറപ്പുണ്ടോ? അതായത് അന്ന് ആ ക്യാമ്പയിൻ കണ്ടിട്ട് ആൾക്കാർ ഒരു 150 വന്നിട്ടുണ്ട്. അത് ലിങ്ക് ക്ലിക്സിൽ 300 ലിങ്ക് ക്ലിക്ക് കാണിച്ചത്. മറ്റിലാകപ്പാടെ 24, 20, 22 അത്ര ലിങ്ക് ക്ലിക്ക് അല്ല മെസ്സേജ് കൺവേർഷൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കാണിക്കാം നിങ്ങൾക്ക്. ഒരു ക്യാമ്പയിന്റെ തന്നെ മൾട്ടിപ്പിൾ ഡേറ്റ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഇവിടെ ഡാഷ്ബോർഡ് കാണുന്നുണ്ടോ? ഇവിടെ കാണിക്കുന്ന റിസൾട്ട് മേ ബി അതിനെ കുറിച്ച് കൂടുതൽ ഇവിടെ കാണിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാല് അത് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒബ്ജക്റ്റീവായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും ഒരു മെസ്സേജിങ് കോൺവെർസേഷൻ ആണ് കൊടുത്തതെങ്കിൽ, ഒബ്ജക്റ്റീവ് കൊടുത്തതെങ്കിൽ, മറ്റേ എപ്പോഴും ഇവിടെ കാണിക്കുക മെസ്സേജിങ് കോൺവെർസേഷൻ എത്ര റിസൾട്ട് കിട്ടിയെന്നാണ്, എത്ര മെസ്സേജസ് അയച്ചു എന്നാണ്. അതേസമയം നിങ്ങൾ ലിങ്ക് ക്ലിക്കാണ് നിങ്ങളുടെ ടാർഗറ്റ്, ലിങ്ക് ക്ലിക്കാണ് നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കാണിക്കുന്നത് എത്ര ആൾക്കാർ ഇതിൽ ക്ലിക്ക് ചെയ്തു എന്നാണ്. ഇനി നിങ്ങളൊരു മെസ്സേജിങ് കോൺവെർസേഷൻ ക്യാമ്പയിന്റെ പെർഫോമൻസ്, ഇവിടെ ഒരു മെസ്സേജിങ് കോൺവെർസേഷൻ ക്യാമ്പയിൻ ആണ് ചെയ്തതെന്ന് വിചാരിക്കാം. ഈ സിനാരിയോയിൽ നിങ്ങൾക്ക് ഇതിന്റെ എത്ര ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന കിട്ടിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ഈ ഒരു സെക്ഷനിൽ വരിക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് പോവുക. അവിടെ കസ്റ്റം കോളം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് ഇവിടെ ലിങ്ക് ക്ലിക്ക് സെർച്ച് ചെയ്യുക. ഇവിടെ ലിങ്ക് ക്ലിക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്ഷൻ വരും. ഇത് ടിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജിനും വാട്സപ്പ് ക്യാമ്പയിൻ എത്ര ലിങ്ക് ക്ലിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത ഡേറ്റ നോക്ക്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 2 ക്യാമ്പയിൻ സിമിലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ ഹയർ ആയിരിക്കാം ലിങ്ക് ക്ലിക്ക് കിട്ടിയത്. കാരണം ലിങ്ക് ക്ലിക്ക് അല്ല നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്നതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ ഈ വാട്സപ്പ് മെസ്സേജ് ക്യാമ്പയിൻ ചെയ്തതായിരിക്കും കൂടുതൽ പെർഫോം ആയിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. ലിങ്ക് ക്ലിക്ക് എന്ന് പറയുമ്പോൾ ആ ക്ലിക്ക് ചെയ്ത ആൾക്കാരെല്ലാം റിസൾട്ട് ആയിട്ടായിരിക്കും മറ്റേ കൂട്ടുക. പക്ഷേ വാട്സപ്പ് മെസ്സേജ് എന്ന് പറയുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ള ഓഡിയൻസ് ആണ് നമ്മുടെ കൺവേർഷൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്.
ആ ഒരു ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് റിസൾട്ട് മാത്രം നോക്കാതെ, റിസൾട്ടിന്റെ നമ്പർ, ഇപ്പോൾ ഞാനൊരു ക്യാമ്പയിൻ ചെയ്യുന്നത് റീച്ച് ഒബ്ജക്റ്റീവ് ആയിട്ടൊരു ക്യാമ്പയിൻ ചെയ്യാം. അതായത് ഞാനൊരു ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിനിൽ റീച്ച് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇവിടെ കാണിക്കുന്ന റിസൾട്ട് റീച്ചിന്റെ കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഞാനൊരു ലീഡ് ക്യാമ്പയിൻ ചെയ്തു, എന്നിട്ട് അതിന്റെ റിസൾട്ട് പറയുന്നത് ഈ ലീഡ് ക്യാമ്പയിൻ എനിക്ക് 10 ലീഡ് കിട്ടി. അതേസമയം റീച്ച് ഒബ്ജക്റ്റീവ് ആയിട്ട് കൊടുത്തൊരു ക്യാമ്പയിനിൽ എനിക്ക് 10,000 വ്യൂ കിട്ടി. പക്ഷെ റിസൾട്ടിൽ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ താഴെ കാണിക്കുന്ന 10,000 അല്ലേ. അപ്പൊ എനിക്ക് 10,000 വ്യൂ കിട്ടിയതാണ് പെർഫോം ആയതെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ 10,000 വ്യൂ കിട്ടിയിട്ടും എനിക്ക് ചിലപ്പോൾ 5 ലീഡ് എൻക്വയറീസേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷെ ഇപ്പുറത്തെ ലീഡ് ക്യാമ്പയിനിൽ നിന്ന് മാത്രം 10 15 ലീഡ് എൻക്വയറി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ റിസൾട്ടിന്റെ മാത്രം നോക്കരുത്. റിസൾട്ട് എന്താണോ നിങ്ങൾ കൊടുക്കുന്ന ഒബ്ജക്റ്റീവ് ആണ് ആ റിസൾട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ലിങ്ക് ക്ലിക്സും വാട്സപ്പ് എൻക്വയറീസും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ എൻക്വയറി ഇട്ടിട്ട് ലിങ്ക് ക്ലിക്സ് നോക്കും, അല്ലെങ്കിൽ ഇവിടെ മെസ്സേജിങ് കോൺവെർസേഷൻസ് കൊടുത്തിട്ട് മാനുവലി ചെക്ക് ചെയ്ത് നോക്കും എങ്ങനെയാണ് റിസൾട്ട് ജനറേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. ഞാൻ 2 മെസ്സേജ് കോൺവെർസേഷനാണ് ഇട്ടിരുന്നത്. ഈ റിസൾട്ടിൽ ഒന്ന് ലിങ്ക് ക്ലിക്കും മറ്റത് മെസ്സേജ് കോൺവെർസേഷനും ആയിട്ടാണ് വന്നത്. അത് രണ്ടും മറ്റത് ലിങ്ക് ക്ലിക്ക് ആവാൻ കാരണം എന്തായിരിക്കുന്നു, അങ്ങനെ പറയാൻ കഴിയും? അത് ഒബ്ജക്റ്റീവിലാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഒബ്ജക്റ്റീവില് ചൂസ് ചെയ്തതിന്റെ വ്യത്യാസമാണ്. ഡാഷ്ബോർഡിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതായിരിക്കണം. ഒരു മെസ്സേജ് കോൺവെർസേഷൻ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കാണിക്കും. സോറി, ആഡ് സെറ്റിന്റെ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഏതാ ഞാൻ പറയുന്ന കുറച്ചുകൂടി ഡാഷ്ബോർഡിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളതൊന്ന് പഠിച്ചു നോക്കുക. കാരണം ഇതില് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതായിരിക്കണം. അവിടെ പെർഫോമൻസ് ഗോൾഡ് വരും. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ച് ലാഗാണ്. നെറ്റ്വർക്കിൽ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ക്രിയേറ്റ് ആവട്ടെ. ഒന്ന് ഡാഷ്ബോർഡിലുള്ള എന്തൊക്കെയാണ് സെറ്റിംഗ്സ്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. കാരണം അവിടെ കാണിക്കും, എക്സ്ക്ലൂസീവ്ലി കാണിക്കും മെസ്സേജ് കോൺവെർസേഷൻസ് ആണോ ചെയ്യുന്നത്, അതോ ലിങ്ക് ക്ലിക്കിനുള്ള ക്യാമ്പയിൻ ആണോ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കും. Okay. Thank you all. Thank you, Saurav. Thank you, team. Yeah. Thank you, Abhinav. Thank you.